വിശ്വസിയായിരിക്കട്ടെ. നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 57-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഭാഗത്ത് നമ്മൾ വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് 1-ാം വാല്യത്തിൽ തന്നെ 15-ാമത്തെ അധ്യായത്തിലെ ആമുഖത്തിൻ്റെ സമാപനം എന്ന ഭാഗത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ആമുഖമായിട്ട് വിശുദ്ധ സുവിശേഷത്തിലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആദിയിൽ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ചു. അതേസമയം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തുടങ്ങുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ആമുഖത്തിൽ കാണുന്നത് ആ 42 പരമ്പരയിൽ കൂടി ഈശോയിലേക്ക് എത്തുന്ന ദാവീദിൻ്റെയും ആ പ്രവാസത്തിൻ്റെയും എല്ലാം 42 തലമുറകളെ കുറിച്ച് പറയുന്നു. അവിടെ പ്രതിപാദിക്കുന്നത് ഒരുപക്ഷെ പുരുഷ മേധാവിത്വത്തിൻ്റെ കാലമായതുകൊണ്ട് വിശുദ്ധ യൗസേപ്പിൻ്റെ പിതാവായ യാക്കോബിനെ കുറിച്ച് പരാമർശിച്ച് ഈശോയിലേക്ക് എത്തുകയാണ്. അതേസമയം ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിലെ ആ പരമ്പരയെക്കുറിച്ച് പറയുമ്പോൾ പ്രതിപാദിക്കുന്നത് പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ച് പറഞ്ഞാണ്. ആ പുസ്തകത്തിൻ്റെ ആമുഖമായിട്ട് പറയുന്നത്, കർത്താവ് തൻ്റെ പ്രവൃത്തിയുടെ ആരംഭത്തിൽ എന്നെ സൃഷ്ടിച്ചു. തൻ്റെ പണ്ടത്തെ പ്രവൃത്തികളിൽ ആദ്യത്തേത്. സുഭാഷിതം 8:22 അതാണ് പറയുന്നത്. അങ്ങനെ ഈ 14 അധ്യായത്തിലെ ആമുഖത്തെ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന ഗ്രന്ഥത്തിൽ ഒതുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കൂടുതലും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തിന് വഴിയൊരുക്കുന്ന, ആ രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്ന വിശുദ്ധ യോവാക്കീമിൻ്റെയും അന്നയുടെയും ആ വിശുദ്ധിയും ആ സമർപ്പണ മനോഭാവവും പ്രാർത്ഥനയും വാഗ്ദാനവും അതിന് കൊടുക്കുന്ന ദൈവം കൊടുക്കുന്ന പ്രതിസമ്മാനമായ പരിശുദ്ധ കന്യാമറിയത്തെ ദൈവത്തിന് തന്നെ സമർപ്പിക്കുന്ന മനോഭാവവും ഇതെല്ലാമാണ്. ഇത് പറഞ്ഞ് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിൽ ഈശോ മരിയ വാഴ്ത്തോർത്തായുമായി സംസാരിക്കുകയാണ്. 1944 ആണ് ഈ 14 ദർശനങ്ങളും ഈശോ മരിയ വാഴ്ത്തോർത്തായിക്ക് കൊടുക്കുന്നത്. അന്ന് ആ ലോകമഹായുദ്ധത്തിൻ്റെ വലിയ പ്രതിസന്ധിയുടെ കാലമാണ്. ഇറ്റലിയിൽ വളരെ ഭീകരാവസ്ഥ, വളരെ കാഠിന്യമായ ക്രൂരമായ പ്രവൃത്തികൾ നടക്കുന്ന കാലം. അതുകൂടാതെ മരിയ വാഴ്ത്തോർത്തായിക്ക് ഈശോയുടെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും കുറിച്ച് ധ്യാനിച്ച് അതിൽ ജീവിച്ച ആ വേദനയുടെ അനുഭവം, അതിനൊരു പരിഹാരമായിട്ടാണ് ഈശോ ഈ 14 അധ്യായങ്ങളിൽ കൂടി മരിയ വാഴ്ത്തോർത്തായിക്ക് ആശ്വാസവും പ്രോത്സാഹനവും ഒരു തരത്തിൽ നന്ദിയും എല്ലാം പറയുകയാണ്. ഈശോ പറയുന്നത്, നിന്നെ ഞാൻ ആശ്വസിപ്പിക്കാം. അങ്ങനെ പറഞ്ഞാണ് ഈ 14 അധ്യായങ്ങൾ യോവാക്കീമിൻ്റെയും അന്നയുടെയും അതുപോലെ ശിശുവായ കന്യാമറിയത്തെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതും അതിനുശേഷമുള്ള ആ വിവാഹത്തിൻ്റെ വാഗ്ദാനങ്ങളും യോസഫുമായിട്ടുള്ള കണ്ടുമുട്ടലുകളും
എല്ലാം അവിടെയാണ് പറയുന്നത്. എന്നിട്ട് ഈശോ മരിയ വാൾത്തോർത്തായിട്ട് പറയുന്നത്, ഞാൻ നിനക്ക് ആശ്വാസം തരികയാണ്. ഇത് റോസാ പുഷ്പത്തിൻ്റെ കാലമാണ്, മുള്ളുകളുടെ കാലമല്ല. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. മഗ്ദലന മറിയത്തോട് തൻ്റെ മരണത്തിൻ്റെ സമയത്ത് ഈശോ പറയുന്ന അതേ വാക്കുകൾ തന്നെ ഈശോ വാൾത്തോർത്താട് പറയുകയാണ്, എന്നെ ഞാൻ ആശ്വസിപ്പിക്കാം. കാരണം നിനക്ക് വളരെയധികം ആശ്വാസം ആവശ്യമുണ്ട്. നിന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുപോലെ പോഷിപ്പിക്കുന്ന ആ വലിയ ശക്തി, സന്തോഷം, സമാധാനം, അതിനുവേണ്ടി നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. നീ കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക്, ആശ്വാസത്തിൻ്റെ കാലത്തിലേക്ക് പുറമോട്ട് പോവുക. അപ്പം ഇങ്ങനെ പറഞ്ഞാണ് ഈശോ മരിയ വാൾത്തോർത്തായെ ആശ്വസിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. ഈശോയ്ക്കറിയാം, ഒരു ബലി ആത്മാവായിട്ട് മരിയ വാൾത്തോർത്ത തൻ്റെ കിടക്കയിൽ കിടന്ന് വളരെയധികം സഹിക്കുന്നു. ഈശോയെ അനുഭവിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിച്ചു പോലും എഴുതി അത് പുസ്തക രൂപത്തിലാക്കുന്നു. ഇതിനെല്ലാം പുറകിലുള്ള ആ സഹനം അത് ഈശോ വളരെയധികം വിലമതിക്കുന്നുണ്ട്. ഈശോ എന്നിട്ട് പറയുന്നത്, വിശുദ്ധ സിസിലിയായുടെ ഭാഗമാണ് നീ ഇപ്പോൾ അഭിനയിക്കുന്നത്. വിശുദ്ധ സിസിലിയായ്ക്ക് കിട്ടിയ ദൈവാനുഭവം, ദൈവമായിട്ടുള്ള ഐക്യത്തിൻ്റെ, ആ സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അനുഭവം അവൾ ആസ്വദിക്കുക മാത്രമല്ല, അതിൽ കൂടി അവൾ ലോകത്തിലേക്ക് പകരുകയാണ്. അങ്ങനെ അവളുടെ ഭർത്താവിൻ്റെ സഹോദരനും ബന്ധുക്കളും സ്നേഹിതരും എല്ലാം ദൈവത്തിലേക്ക്, ഈശോയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുകയാണ്. ഇതുതന്നെയാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും ഉപദേശത്തിൽ പറയുന്നത്. അങ്ങനെ വാൾത്തോർത്ത ആ ബുക്ക് എഴുതുന്നു. എന്നിട്ട് ഈശോ പറയുന്നത്, ഏറ്റവും നല്ലവരായിട്ടുള്ള ആൾക്കാരിലേക്ക് അത് കടന്നു ചെല്ലുമ്പോൾ അവരും നിന്റെ ദൗത്യം തന്നെ ഏറ്റെടുക്കുന്നു. നിന്റെ ദൗത്യമായി ഇതിനെ പ്രചരിപ്പിക്കുക, എനിക്ക് കിട്ടിയ സന്തോഷം മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുക. ആ ഒരു പങ്കുവയ്ക്കലിൻ്റെ കഥയെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. അങ്ങനെ ആ സിസിലിയായുടെ ഭാഗം പോലെ മരിയ വാൾത്തോർത്തായും ഏറ്റവും സുന്ദരമായിട്ട് അതിനെ ക്രമീകരിക്കുകയാണ്. പരിശുദ്ധ കന്യാമറിയവും പറയുന്നുണ്ട്, നിനക്ക് സമ്മാനത്തിൻ്റെ ഒരു ചങ്ങല തന്നെയാണ് ഞാൻ തരുന്നത്. നിൻ്റെ ദുഃഖത്തെക്കുറിച്ച്, സഹനത്തെക്കുറിച്ച് വിഷമിക്കേണ്ട. കാരണം അത് രക്ഷാകരമായ ഈശോയുടെ ആ പ്രവൃത്തിയിലേക്ക് ഒരു കൂടിച്ചേരൽ, ഒരു പങ്കുവയ്ക്കൽ, അങ്ങനെ ധാരാളം ആത്മാക്കളെ നേടലാണ്. ഈശോ പറയുന്ന, ഞാൻ ഈ ലോകത്തെ വിലയ്ക്ക് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള പണം വലിയ ആത്മാക്കളാണ്. നിന്നെപ്പോലുള്ളവരിൽ ഞാനത് കാണുകയാണ്. നിൻ്റെ ഈ കൃതിയുടെ പ്രചാരത്തിൽ കൂടി അങ്ങനെയുള്ള ധാരാളം ആത്മാക്കളെ ഞാൻ ദൈവത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഈ ആമുഖത്തിൽ പറയുന്ന, ഈ 14 അധ്യായത്തിൽ പറയുന്ന ആ വലിയ ഗുണങ്ങൾ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ആ ജ്ഞാനവും വിവേകവും പരിശുദ്ധിയും എളിമയും സമർപ്പണ മനോഭാവവും ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കലും, ഇതിനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.